നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ ഇന്നലെ കാലത്ത് നാഗസന്യാസിമാരും 10,000-കണക്കിന് ഭക്തരും നിളയിൽ അമൃതസ്നാനം നടത്തി. വൈകിട്ട് നടന്ന നിള ആരതിയോടെ 19 നാൾ നീണ്ടുനിന്ന നാമമന്ത്രോച്ചരണങ്ങൾ കൊണ്ടും ദീപധൂപ വാദ്യകലാദികൾ കൊണ്ടും ആത്മീയാനുഭവം തീർത്ത മാഘമഹോത്സവം സമാപിച്ചു. ചടങ്ങുകൾക്ക് ശേഷം യജ്ഞശാലയിൽ യതിപൂജയും സന്യാസിമാർക്ക് അന്നദാനം നൽകുന്ന ഭണ്ഡാര ചടങ്ങും നടന്നു. 20 ലക്ഷത്തിലേറെ പേർ ഈ ദിവസങ്ങളിലായി തിരുനാവായയിൽ എത്തിയെന്നാണ് അനൌദ്യോഗിക കണക്ക്. മകം നക്ഷത്രം, ദ്വിതീയ തിഥി എന്നിവ ഒത്തുവരുന്ന ഇന്നലെ രാവിലെ യോഗീശ്വര പൂജ, പരശുരാമ പൂജയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഇതിനുശേഷം നിലയിലെ ആരതി ഘട്ടിൽ മഹാമാഘത്തിന്റെ പ്രധാന ചടങ്ങായ അമൃതസ്നാനം നടന്നു. മണപ്പുറത്ത് തിങ്ങി നിറഞ്ഞ ഭക്തരും നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ള സന്യാസിമാരും പങ്കെടുത്തു. ഭാരതത്തിലെ സപ്തനദികളിലെയും ജലം ഇവിടെ സംഗമിക്കുന്നുവെന്ന സങ്കല്പത്തിൽ സന്യാസി സമൂഹവും ഭക്തരും നിളയിൽ മുങ്ങി നിവർന്നു. മോഹൻജി ഫൗണ്ടേഷൻ സമർപ്പണമായി ഒരുക്കിയതാണ് പുഴയ്ക്ക് നടുവിലെ നിള ആരതി. അടുത്ത വർഷം മുതൽ ദക്ഷിണേന്ത്യയുടെ മേഖല കുംഭമേളയായി കേരള കുംഭമേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ശിവരാത്രി വരെ നീളുന്ന രീതിയിലാണ് മേള. ഇതിനായി ഏപ്രിലിൽ തിരുനാവായ കേന്ദ്രമായി ഓഫീസ് തുറക്കും. തിരുനാവായ മഹാമാഘ കുംഭമേളയുടെ തുടർച്ചയായി 2027 ഏപ്രിൽ മാസത്തിൽ താനൂരിൽ സോമയാഗം നടക്കുമെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പറഞ്ഞു. കുംഭമേള നഗരിയിൽ നടന്ന ചടങ്ങിൽ ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകരൻ, വൈദിക വിചാര സമിതി ഭാരവാഹികളായ സുമേഷ് പുല്ലാട്ട്, ഹരിദാസ് മേനോത്തിൽ, ജ്യോതിപ്രകാശ്, ധൻരാജ് താനൂർ, രതീഷ് കാട്ടുങ്ങൽ, ഉദയൻ കരിക്കത്തിൽ, മണി തേനായി, ജഗൻ ഗായത്രി, KM ഹിലാൽ, രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 20 വർഷമായി താനൂരിൽ പ്രവർത്തിച്ചു വരുന്ന വൈദിക വിചാര സദസ് എന്ന വേദഭക്തരുടെ കൂട്ടായ്മയാണ് സോമയാഗം നടത്താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സേവാഭാരതി പ്രവർത്തകരാണ് മഹാമാഘ മഹോത്സവം തുടങ്ങിയതു മുതൽ ആൾക്കൂട്ടത്തിൽ വിശപ്പും ദാഹവും സഹിച്ച് കൃത്യമായ സഹായങ്ങളും പുഴയുടെ തീരം പഴയ ശുദ്ധിയിലേക്ക് തിരികെ എത്തിക്കുക എന്ന ദൗത്യവും ഏറ്റെടുത്ത് നടത്തിയത്. ഉത്സവത്തിൽ പങ്കെടുത്തവർക്ക് ആർക്കും ഇവരെ മറക്കാൻ സാധിക്കില്ല. വിവിധ സഹായങ്ങൾ നൽകിയും വരി കൃത്യമായി പാലിച്ചും പ്രായമുള്ളവരെ സഹായിച്ചുമെല്ലാം 19 ദിവസങ്ങളിലായി തിരുനാവായ മണൽപ്പരപ്പിൽ അവർ കർമ്മനിരതരായി ഉണ്ടായിരുന്നു. നിള ആരതി കഴിഞ്ഞ് തീർത്ഥാടകർ മടങ്ങിയ ശേഷവും രാവേറെ ആകുന്നതുവരെയും പ്ലാസ്റ്റിക് പൂക്കൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ ശേഖരിച്ച് പുഴയിലേക്കോ തീരങ്ങളിലേക്കോ എത്താതിരിക്കാൻ അവർ ഒരുമിച്ച് കൂട്ടി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മിനി MCFൽ എത്തിച്ചിരുന്നു. വിവിധ ദിവസങ്ങളിൽ കുംഭമേളയുടെ 61 പോയിന്റുകളിലായി സ്ഥാനമുറപ്പിച്ച് വലിയ ജനക്കൂട്ടമുണ്ടാകുമ്പോൾ ശുചിത്വം, സുരക്ഷാ ക്രമീകരണം എന്നിവ ഉറപ്പാക്കാൻ സേവാഭാരതി പ്രവർത്തകർ സജ്ജരായിരുന്നു. പുഴയിൽ വീണുപോയ വസ്തുക്കളോ ഒഴുകിയെത്തിയ മാലിന്യങ്ങളോ നീക്കം ചെയ്യാൻ വള്ളങ്ങളിൽ സഹായിയായും ഇവർ ഉണ്ടായിരുന്നു. തിരുനാവായ ഹരിത കർമ്മസേനയുടെ 36 പേരടങ്ങുന്ന സംഘവും മോഹൻജി ഫൗണ്ടേഷൻ പ്രവർത്തകരും സഹായികളായി സേവാഭാരതിക്കൊപ്പം നിന്നു. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ വിവിധ പോസ്റ്റുകളിലായി സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു. പ്രത്യേകിച്ചും അതിലൊന്ന് വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്യപ്പെട്ടതിൽ പറയുന്നതിങ്ങനെ: ഇന്ന് കണ്ട ഹൃദയം നിറഞ്ഞ കാഴ്ച. തിരുനാവായ കുംഭമേളയ്ക്ക് അഭൂതപൂർവമായ ഭക്തജന പ്രവാഹം. തിരുനാവായ ജംഗ്ഷൻ മുതൽ ക്ഷേത്രം വരെയുള്ള റോഡിൽ പൂഴിയിട്ടാൽ വീഴാത്ത ഭക്തജനങ്ങൾ, ജനലക്ഷങ്ങൾ. ഇന്ന് മാത്രം 5 ലക്ഷം പേർ എത്തിയെന്നാണ് കണക്ക്. നിള ആരതി ഘട്ടിലെത്തി ആരതി കാണാനും സ്നാനത്തിനുമായി കാത്തുനിൽക്കുന്നു. സേവാഭാരതി പ്രവർത്തകർ സെക്ടറാക്കി ഭക്തരെ കടത്തിവിടുന്നു. ശാന്തമായി സ്നേഹത്തോടെ സേവാഭാരതി പ്രവർത്തകർ നിർദ്ദേശങ്ങൾ നൽകുന്നു. ക്ഷേത്രത്തിനു മുന്നിൽ ഒരു കസേരയിൽ കയറി നിന്ന് കൊടും വെയിലത്ത് ഒരു സേവാഭാരതി പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങളും നിയന്ത്രണവും ശ്രദ്ധയിൽപ്പെട്ടു. മണിക്കൂറുകളോളം നിന്ന നിൽപ്പിൽ നിന്ന് ഭക്തരെ കടത്തിവിടുന്ന ആ പ്രവർത്തകന്റെ പ്രതിബദ്ധത വിലമതിക്കാനാവാത്തതാണ്. ഇതുപോലെ സേവന സന്നദ്ധരായി ദിവസങ്ങളായി 100 കണക്കിന് സേവാഭാരതി പ്രവർത്തകരാണ് കുംഭമേള നിയന്ത്രിക്കുന്നത്. ഒന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥ സേവകരായി ഭക്തർക്ക് കുടിവെള്ളം നൽകാൻ, ട്രാഫിക് നിയന്ത്രിക്കാൻ, ഭക്ഷണം നൽകാൻ, ഭക്തരെ നിയന്ത്രിക്കാൻ, വഴികാട്ടാൻ, ആംബുലൻസിൽ ആശുപത്രിയിലെത്തിക്കാൻ, ചെറിയ താൽക്കാലിക പാലത്തിലൂടെ കടത്തിവിടാൻ, മെഡിക്കൽ സഹായത്തിന്, ആരതി കഴിഞ്ഞ് പരിസരം ശുചിയാക്കാൻ, എല്ലാത്തിനും സേവാഭാരതിയുടെ സ്നേഹസ്പർശമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി കുംഭമേളയിൽ എവിടെ നോക്കിയാലും സേവാഭാരതിയുണ്ട്. കർട്ടനു പിന്നിൽ നിശബ്ദമായി സംഘമുണ്ട്. എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അഭിമാന മുഹൂർത്തം. സേവാഭാരതിക്ക് തുല്യം സേവാഭാരതി മാത്രം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.